കൊല്ലം തേവലക്കരയിലെ അതുല്യ, കുണ്ടറ സ്വദേശിനി വിഭജിക, 33-30 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ. ഭർത്താക്കന്മാരുടെ ക്രൂരത സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തത് മുതൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ടും പേരുകൾ മാറുന്നതല്ലാതെ ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് കയറും മുൻപാണ് കണ്ണൂരിൽ കുഞ്ഞിനെയും എടുത്ത് പുഴയിൽ ചാടി മരിച്ച റീമയും ഭർത്താവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത്. കുഞ്ഞിനെ വേണമെന്ന് ഭർത്താവ് വാശി പിടിച്ചതോടെയാണ് ആ ആത്മഹത്യവും കൊലപാതകവും നടന്നത്. വിഭജികയുടെയും അതുല്യയുടെയും ഭർത്താക്കന്മാരുടെ സൈക്കോ തരങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടി. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനം ഇതാണ്: മരണം വരെ സഹിക്കണോ സൈക്കോകളെ? നമുക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഷബാന, അഡ്വക്കേറ്റ് ആരതി അജയ്, അഡ്വക്കേറ്റ് ദീപക് ട്വിങ്കിൾ സനൽ എന്നിവർ ചേരുകയാണ്. ഞാൻ ആദ്യം ഷബാനയിലേക്കാണ് പോകുന്നത്. ശ്രീമതി ഷബാന, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈ വിഷയങ്ങൾ, പക്ഷേ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മരണം വരെയും ഈ സൈക്കോത്തരം സഹിക്കുന്നത്? കാരണം ഓരോ കേസുകൾ എടുക്കുമ്പോഴും അവർ അനുഭവിച്ചത് അത്രത്തോളം ദുരിതമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് നമുക്ക്. ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പെൺകുട്ടികൾ ഈ ഒരു ഇമോഷണൽ ട്രാപ്പിലേക്ക് വിടുകയാണ്, അല്ലെ ഒരു ലവ് ബോംബിംഗ് എന്ന് പറയുന്ന പോലെ, അല്ലെ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന പോലെ. ഇന്ന് അടിച്ചിട്ട് നാളെ സ്നേഹം കാണിക്കുമ്പോൾ തിരിച്ചു വീണ്ടും ഇയാളുടെ കൂടെ തന്നെ ജീവിക്കുന്നതാണ് ബെറ്റർ എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക്, എല്ലാത്തിനെയും സഹിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോഴും പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്, വിവാഹം കഴിച്ചു വിടുന്നത്, കല്യാണത്തിന് ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. ഇൻ കേസ് ഡിവോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എങ്ങനെയെങ്കിലും ഇത്രയും നല്ല ജോലിയുള്ള ഇത്രയും നല്ലൊരു പയ്യന്റെ കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെയോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഒപ്പം ജീവിക്കുന്ന ഒരാള് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ പോകുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മെന്റൽ ഡിസോർഡേഴ്സിനെ ഇപ്പോഴും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഡിസോർഡർ ഉള്ളതെന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ ഒരു പാർട്ട്ണറായിട്ടുണ്ടെങ്കിൽ ആ ജീവിതം വലിയ ദുരിതത്തിൽ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പെൺകുട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ദീപക് ട്വിങ്കിൾ, ഈ വിഷയത്തിൽ നമ്മൾ അതുല്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഈ ഭർത്താക്കന്മാരിൽ നിന്ന് നേരിട്ട ആ ക്രൂരത പിന്നീട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ്. സ്വഭാവ വൈകൃതങ്ങൾ ഇത്രയും നേരത്തെ അറിഞ്ഞിട്ടും 11 വർഷമൊക്കെ സഹിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കുന്നവർക്ക് ഞെട്ടലുണ്ടാക്കി. പക്ഷെ അതുല്യ അത്രത്തോളം സഹിച്ചാണ് ജീവിച്ചത്. പലതവണ പിരിയാൻ, ബന്ധം വേർപെടുത്തി വീട്ടിൽ വരാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അങ്ങേയറ്റം ഉപദ്രവിക്കുക, അങ്ങേയറ്റം സൈക്കോത്തരം കാണിക്കുക, പക്ഷേ അവസാനം മാപ്പ് പറയുക, കാലിൽ വീണ് മാപ്പ് പറയുക, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അവിടെ അതുല്യ അലിയുകയാണ്. കൗൺസിലിങ്ങിന് പോകുന്നു, കൗൺസിലിംഗ് കഴിയുന്നു, രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ ആ കുട്ടി ജീവനോടെ ഇല്ല. അഡ്വക്കേറ്റ് ദീപക്. അതെ, തീർച്ചയായിട്ടും അതൊരു ദാരുണമായ സംഭവമാണ്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല നടക്കുന്നത്, ആണുങ്ങളിലും നടക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് 2015 സംഭവിച്ച ആസ്ട്രേലിയയിലെ മെൽബോണിൽ നടന്ന ഒരു ക്രൂര കൊലപാതകം. കൊല ചെയ്യപ്പെട്ടത് സാം എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. സോഫിയയാണ് സാമിന്റെ ഭാര്യ. സോഫിയയ്ക്ക് അരുൺ കമലാസനൻ എന്ന് പറഞ്ഞ ഒരു കാമുകൻ ഉണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും മലയാളികളാണ്. ഓസ്ട്രേലിയയിൽ പിന്നീട് സെറ്റിലായതാണ്. ഒരിക്കൽ ഈ സാമിനെ അദ്ദേഹത്തിന്റെ കാറിനകത്ത് വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. മുഖംമൂടി ധരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ മുഖംമൂടി ഊരിയപ്പോൾ മനസ്സിലായത് അരുൺ കമലാസൻ എന്ന് പറയുന്ന ഇവരുടെ കുടുംബ സുഹൃത്ത് തന്നെയാണ്. സാം അത് പോലീസിലെടുത്ത് കൊല്ലാൻ വന്ന ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വൈഫുമായിട്ട് സംസാരിക്കുന്നു. സോഫിയ പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, നമുക്ക് നല്ലൊരു കുടുംബ ജീവിതം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ചിട്ട് അവര് നാട്ടിലേക്ക് ഒരു വെക്കേഷൻ വരുമ്പോൾ സ്വന്തം അച്ഛനോടും അമ്മയോടും ഈ സാം പറയുകയാണ്, അടുത്ത തവണ മിക്കവാറും ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും വരുന്നതെന്ന്. കാരണം സോഫിയെ എതിർക്കാനോ അല്ലെങ്കിൽ അരുൺ കമലാസനോട് പ്രതികാരം ചെയ്യാനോ അയാൾ നിന്നില്ല. ഇത് വീണ്ടും ശരിയാകുമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഒരു 10 ദിവസം കഴിഞ്ഞ്, അതായത് വീട്ടിൽ വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഹാർട്ട് അറ്റാക്കിലാൽ മരണപ്പെടുന്നതാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിന്റെ അംശം കണ്ടെത്തിയതുകൊണ്ട് ഓസ്ട്രേലിയൻ പോലീസ്
അത് പുറത്താരെ അറിയിക്കാതെ രഹസ്യമായി അന്വേഷിച്ചപ്പോഴാണ് ഇത് അരുൺ കമലാസനും സോഫിയയും കൂടി ചേർന്ന് നടത്തിയ കൊലപാതകമാണെന്ന് വളരെ സമൃദ്ധമായി തെളിയിക്കുകയും 27 വർഷം ഈ രണ്ടുപേരെയും ജീവപര്യന്തം തടവിന് ഓസ്ട്രേലിയൻ പോലീസിനെ നമ്മളെന്താണ് കാലിട്ട് പൂജിക്കണം. ഒരു ഔട്ട്സൈഡ് സിറ്റിസൺ ആയിട്ട് പോലും ഒരു വളരെ കണ്ണിങ് ആയിട്ട് എല്ലാ എവിഡൻസോടുകൂടിയും ശിക്ഷിച്ചു. അതായത് പെണ്ണുങ്ങള് മാത്രമല്ല, ആണുങ്ങളും ധാരാളം ക്രൂരതകൾ ഏർപ്പെടുന്നുണ്ട്. ഞാൻ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഈ റീസെന്റ് ഡേയ്സിൽ 1,57,000 ആണുങ്ങളാണ് ഈ ഭാര്യമാരുടെ ടോർച്ചർ കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 1,26,000 പേര് സ്ത്രീകൾ മാത്രമേ അവിടെ റെക്കോർഡിക്കൽ പ്രകാരം, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം ആത്മഹത്യ ചെയ്യപ്പെട്ടുള്ളൂ. 31,000 പേര് പുരുഷന്മാരാണ് കൂടുതൽ. പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദീപക്, എനിക്ക് മനസ്സിലായി ആ കണക്കുകളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്കും അഡ്വക്കേറ്റ് ആരതി അജയിലേക്കും വളരെ വേഗം വരാം. നമുക്ക് വളരെ വേഗം ഒരു ഇടവേള ആവശ്യമായതുകൊണ്ടാണ് അതിനുശേഷം മടങ്ങിയത്.